ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. അങ്ങനെ CUT PG എൻട്രൻസ് എക്സാമിനേഷന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. കറക്ഷൻ വിൻഡോ ഡേറ്റും പൂർത്തിയായിട്ടുണ്ട്. ഇനി എക്സാമിലേക്കുള്ള നമ്മുടെ പ്രിപ്പറേഷൻ്റെ അവസാന ലാപ്പിലാണ് എല്ലാവരും ഉണ്ടായിരിക്കുക എന്നറിയാം. അപ്പോൾ ഈ വർഷത്തെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണ്, എത്ര കുട്ടികൾ ഈ വർഷം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം CUT PG എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നടക്കുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് ശേഷം PG കോഴ്സുകൾക്ക് പ്രവേശനം നടത്താൻ ആവശ്യമായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് CUT PG എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ എക്സാമിനേഷനെ കുറിച്ച് ടൈം ലൈൻ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം CUT PGയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈം ലൈനിൽ പറയുന്ന കാര്യം, CUT PG റെക്കോർഡ്സ് മോർ ദാൻ 4.6 lakh രജിസ്ട്രേഷൻസ് ദിസ് ഇയർ. ഈ വർഷം 4.6 ലക്ഷം വിദ്യാർത്ഥികളാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ CUT PG എന്നുള്ള നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന എക്സാമിനേഷൻ, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ കുറച്ച് കോഴ്സുകൾ, അതുപോലെ തന്നെ പ്രധാനമായിട്ടും വരുന്ന മറ്റ് യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ഏകദേശം 50-50ലധികം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും മറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും ഒക്കെ CUT PG വഴിയാണ് പ്രവേശനം നടക്കുന്നത്. ഈ വർഷത്തെ കണക്ക് പ്രകാരം 4.6 lakhs എന്നുള്ളതാണ് ടൈം ലൈൻ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ 4,62,580 candidates have registered for CUT PG examination, which is being held for the admission of postgraduate courses in various central universities. Total number of candidates registered for the national level entrance examination has seen a marginal increase from last year's 4,58,774. അപ്പം ഒരു മാർജിനൽ ഇൻക്രീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നത്. എന്നാൽ പോലും ഈ വർഷത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CUT PG എൻട്രൻസ് എക്സാമിനേഷൻ മാർച്ച് മാസത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. മാർച്ച് മാസത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡിഗ്രി കോഴ്സുകളുടെയൊക്കെ അവസാനത്തെ 6 സെമസ്റ്റർ എക്സാമിനേഷനൊക്കെ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഏകദേശം ചിത്രം വ്യക്തമായി കഴിഞ്ഞു, ഗ്രൗണ്ട് റിയാലിറ്റി വ്യക്തമായി കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിന് പ്രിപ്പറേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. കുറഞ്ഞ ദിവസം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് CUT PGയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ പെപ്പ് ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് പ്രിപ്പറേഷൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പാക്കറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻട്രൻസ് പ്രിപ്പറേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുന്ന സ്വഭാവത്തിലുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അവസാന വർഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സെമസ്റ്റർ എക്സാമിനേഷൻ കൂടി സമാന്തരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സെമസ്റ്റർ എക്സാമിനേഷൻ സപ്പോർട്ട് ചെയ്യാവുന്ന സ്വഭാവത്തിൽ സൈക്കോളജി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റ്സും സാധനങ്ങളും വീഡിയോസും ഒക്കെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പം CUT PG എൻട്രൻസ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ആളുകൾ എന്തെങ്കിലും സംശയങ്ങളോ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അറിയണം താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.